വിവാഹ നിശ്ചയ സമയത്ത് അനിയെ അറസ്റ്റ് ചെയ്ത് നന്ദു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ അനാമികയും വേണുവും കുറച്ച് പൈസ കിട്ടുമെന്നാകുമ്പോൾ വീണ്ടും അനന്തപുരിക്കെതിരെ ആക്രമണത്തിനിറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല വിവാഹ നിശ്ചയത്തിന് കേട്ടോ. ഇതേ സമയം നയനയും ആദർശും പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അത് മുത്തശ്ശനെ ഒരുപാട് വേദനിപ്പിക്കും, വിഷമിപ്പിക്കും. അതുകൊണ്ട് നീ വിവാഹ നിശ്ചയത്തിന് എന്തായാലും തയ്യാറായേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഏട്ടാ, എനിക്കിതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് അനി പറയുമ്പോൾ നീ എങ്ങനെയെങ്കിലും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടേ മതിയാവുകയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയുമില്ല. മുത്തശ്ശനെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ എന്തായാലും നിൻ്റെ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അനിക്കും മുത്തശ്ശനെ വേദനിപ്പിക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ അനി മുത്തശ്ശൻ്റെ കൂടെ, മുത്തശ്ശൻ കൊടുത്ത വാക്കിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് കാണാം. ഇവിടെ നന്ദുവിനോട് അനി പറയുന്നുണ്ട്, ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയി, എനിക്ക് വേറൊരു വഴിയുമില്ല എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ സമയം കുറച്ച് കാശ് കിട്ടുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയും വേണുവും അനിക്കെതിരെ പരാതിയുമായിട്ട് വരുന്നൊരു കാഴ്ച കാണാൻ കഴിയും. കൃത്യസമയത്ത് തന്നെ ഇവർ പരാതിയുമായി വന്നത് നന്ദുവിനൊരു ആശ്വാസമാവുന്നതും കാണാം. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം പൊളിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്ന നന്ദുവാണെങ്കിൽ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും അവിടെ പോയി വിവാഹ നിശ്ചയം മുടക്കാനായിട്ടുള്ള പദ്ധതി മെനഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം അനിയണമെങ്കിൽ അവന്തികയുടെ കയ്യിൽ മോതിരം അണിയിക്കാനായിട്ട് തുടങ്ങുന്ന ആ സമയം പെട്ടെന്ന് തന്നെ വേണുവും നമ്മുടെ അനാമികയും അവിടേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ഇതെങ്ങനെ ശരിയാവാനാണ്? ഞാനും അനിയും തമ്മിൽ ഇതുവരെയും ബന്ധം വേർപിരിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ബന്ധം വേർപിരിയാനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കുന്ന കാഴ്ച കാണാം. ഈ പരിപാടിയൊന്നും നടക്കില്ല സാറേ, നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് വേണു പറയുമ്പോൾ വേണുവിൻ്റെ കരണക്കുറ്റി ഒന്ന് പുകയുന്നത് കാണാൻ സാധിക്കും. മുത്തശ്ശൻ ആഞ്ഞ് വീശുന്നുണ്ട് എന്ന് കാണാം. അവിടെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാകുമ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, SI നന്ദന തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ വരുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞ് നാവെടുക്കലെ നന്ദു അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അനിയെ അറസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് നന്ദു പറയുമ്പോൾ മോളെ വിവാഹ നിശ്ചയമാണ് എന്ന് പറയുമ്പോൾ വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ പരാതി തന്നത് എന്ന് പറയുന്നു. മുത്തശ്ശ, ഇതെൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ഈ വിവാഹ നിശ്ചയം മുടക്കേണ്ടത് എൻ്റെ അല്ല, ഇവരുടെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ അനിയെ കസ്റ്റഡിയിലെടുത്തില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുന്നു. നിങ്ങൾ തീർച്ചയായും ഈ വിവാഹ നിശ്ചയം നടത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ അനിയെ കൊണ്ടുപോകാതെ എനിക്ക് വേറൊരു വഴിയില്ല എന്ന് പറയുന്നു. ഒടുവിലതാ അനിയെയും പിടിച്ചുകൊണ്ട് നമ്മുടെ നന്ദു പോകുന്ന ആ സമയം അവന്തികയുടെ പദ്ധതികളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊട്ടിപ്പൊളിയുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.